വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കേക്ക് ബോർഡ് വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ പോവാണ്. ക്രാഫ്റ്റല്ല, ഒരു പെയിൻറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ള സംഭവം ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. കേക്ക് ബോർഡിൽ ബ്ലാക്ക് പെയിൻറ്റ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഫിനിഷിങ് കിട്ടും കേട്ടോ. കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഇരിക്കും. ഇനി നമുക്ക് ഇതിന്മേൽ വേറൊരു പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു ബണ്ണി ഇങ്ങനെ പേപ്പറിൽ വരച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് ആ ഒരു കേക്ക് ബോർഡിലേക്ക് ട്രേസ് ചെയ്ത് കൊടുക്കണം. കാർബൺ പേപ്പർ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫിനിഷിങ്ങിൽ നമുക്ക് ട്രേസ് ചെയ്ത് നല്ലപോലെ തന്നെ അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ കാർബൺ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കുറച്ച് കട്ടിക്ക് ഇങ്ങനെ ജസ്റ്റ് വരച്ചു കൊടുക്കുമ്പോൾ എൻ്റെ അടിയിൽ ട്രേസ് ആയിക്കോളും. അപ്പോൾ അതുമേ വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ബണ്ണി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുത്താൽ മതി. ബണ്ണി എന്നുള്ളതിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ അതായാലും ഇതുപോലെ ട്രേസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. വരച്ചു കൊടുത്ത ബണ്ണിയുടെ ആ ഒരു പിക്ചർ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ട്രേസ് ചെയ്തതെല്ലാം അവിടെ കാണാൻ പറ്റും. എന്നിട്ട് ഞാൻ ഇവിടെ വൈറ്റ് കളറാണ് എടുക്കുന്നത്. വൈറ്റ് കളർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബോർഡർ ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അത് വരച്ചു കൊടുത്ത് കഴിയുമ്പം ഇത് ഇതുപോലെ കിട്ടും. ഇത് ഞാൻ ബോർഡർ ലൈൻ വരച്ചു കൊടുത്തത് എനിക്ക് ജസ്റ്റ് കളർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ബോർഡർ ലൈൻ യഥാർത്ഥത്തിൽ വേണ്ടത് ബ്ലാക്കാണ്. അപ്പം ഞാൻ ജസ്റ്റ് കളർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് വരച്ചു കൊടുത്തത്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ കളർ ചെയ്യാം. വൈറ്റ് കളർ തന്നെ ചെയ്യണം. അതിനകത്ത് കണ്ണും പിന്നെ ക്യാരറ്റും ലീവ്സും ഒക്കെ മാത്രമേ ഉള്ളൂ വേറെ കളേഴ്സ് വരുന്നത്. ബാക്കിയെല്ലാം വൈറ്റ് തന്നെയാണ്. പിന്നെ പിങ്ക് കളറും ബ്ലഷായിട്ട് വരുന്നുണ്ട് കേട്ടോ. ബോർഡർ വേണ്ട ഭാഗത്തൊക്കെ ഞാൻ ജസ്റ്റ് ബോർഡർ ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആദ്യമേ തന്നെ ബോർഡർ ലൈൻ ഇതല്ല ബ്ലാക്ക് ആണെന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ ഞാൻ ബ്ലാക്ക് ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റ് കളർ നമ്മൾ ബ്രഷ് വെച്ചിട്ട് തന്നെ കളർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനൊരു ഫിനിഷിങ് ഉണ്ടാവില്ല. അതുകൊണ്ട് 2-3 കോട്ട് വൈറ്റ് കളർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ കുറച്ചും കൂടി ഫിനിഷിങ് നമുക്ക് കിട്ടും കേട്ടോ. കാരണം നമ്മൾ ബേസ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ കുറേ എടുത്തിങ്ങനെ നിൽക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വൈറ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്യാരറ്റും അതിൻ്റെ ലീവ്സും ചെയ്ത് കൊടുക്കാൻ പോകണം. അതിനായിട്ട് ഇവിടെ ക്ലേ ആണ് എടുക്കുന്നത്. പകരം നിങ്ങൾക്ക് കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓറഞ്ച് കളറും ഇതിൽ ഗ്രീൻ ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിച്ചാൽ മതി. ഇവിടെ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാനിവിടെ ക്ലേ എടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. ക്ലേ ഇങ്ങനെ ജസ്റ്റ് പരത്തി കൊടുത്തിട്ട് അതിനകത്തുനിന്ന് ക്യാരറ്റിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുത്താൽ മതി. ക്ലേ വെച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ക്യാരറ്റിന് കുറച്ച് ഡിസൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. താഴെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന കണ്ടപ്പോൾ അവിടെ എന്തെങ്കിലും എഴുതി കൊടുക്കാൻ തോന്നി. അതാണ് ഞാനിവിടെ ബി ബ്രേവ് എന്ന് എഴുതി കൊടുക്കുകയാണ് കേട്ടോ. വരച്ച പിക്ചറുമേ ബ്ലഷായിട്ട് ഞാനിവിടെ പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് ഇതുപോലെ ബ്ലഷ് പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.